ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ. കാര്യത്തെ കിളിക്കൂടിന്റെ വിശേഷം നോക്കിയാലോ. അപ്പോൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അങ്ങനെ നമ്മളെ ഹരീഷ് രാവിലെ ഷോപ്പിലേക്ക് പോയതാണ്. അപ്പോൾ അവിടുന്ന് ടിറ്റോയും ചന്തുവും ഒക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഹരീഷിന്റെ അടുത്ത്, എന്താ 2 ദിവസമായിട്ട് പറ്റിയത്, ഫോണും ഓഫായിരുന്നു, പിന്നെ കടയിലും ഇല്ല, എന്താന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ ഹരീഷ് സംഭവം പറയുന്നുണ്ട്. ഏട്ടത്തിയും സുധീഷ് ഏട്ടനും കൂടി ഏട്ടത്തിയുടെ വീട്ടിലേക്ക് പോയതായിരുന്നു. അവിടെ വെച്ച് ഏട്ടനെ ട്രാപ്പാക്കി സുധീഷ് ഏട്ടനെ കടത്തിക്കൊണ്ടുപോയി ഏട്ടത്തിയുടെ അച്ഛൻ. അവർ തമ്മിലൊരു വെല്ലുവിളിയൊക്കെ ഉണ്ടായിരുന്നു, അവർ തമ്മിൽ അകറ്റാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു വിധത്തിലാണ് ഞങ്ങൾ സുധീഷ് ഏട്ടനെ കണ്ടെത്തിയെടുത്തത്. ആ സമയത്താണ് നീതുവിന്റെ കോൾ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നത്. എത്ര പറഞ്ഞിട്ടും ആൾക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ ഞാൻ പറഞ്ഞതാണ് രാവിലെ വിളിക്കുക, നീ ഇപ്പോൾ കിടന്നുറങ്ങുന്നെന്നും പറഞ്ഞിട്ട് ആൾക്കത് മനസ്സിലാവുന്നില്ല. അങ്ങനെ ഹരീഷിനെ നീതു ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഹരീഷ് ഭയങ്കര ഇറിറ്റേഷനോട് കൂടിയിട്ടാട്ടോ നമ്മളെ ചന്തുവിൻ്റെയും അതുപോലെ തന്നെ ടിറ്റോൻ്റെ അടുത്തും പറയുന്നത്. അവന് ഭയങ്കര അവനെന്തോ ട്രാപ്പായ പോലെയുള്ള ഒരു ഡയലോഗിലാണ് പറയുന്നത്. സംഭവം വേറെ ഒന്നല്ല, അപ്പോഴത്തെ ദേഷ്യത്തിൽ എന്തൊക്കെയോ ചെയ്തു കൂട്ടിയതാണ്. അപ്പോൾ അത് അവന് ഇറിറ്റേഷൻ ആയിട്ട് തോന്നിയിട്ടുണ്ടാവും, അല്ലാതെ സ്നേഹക്കുറവുകൊണ്ടാണെന്ന് തോന്നുന്നില്ല. എന്തായാലും കടയിലായിരുന്നു ഇന്നലെ ഫോൺ, അതുകൊണ്ടാണ് ഫോൺ ഓഫായിരുന്നത്. ഇന്നിപ്പോൾ വാങ്ങി വന്നതേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ആളവിടെ ഫോണൊക്കെ ചാർജ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവരെല്ലാവരും പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് നമ്മളെ നീതു അങ്ങോട്ട് വരുന്നുണ്ട്. അങ്ങനെ നമ്മളെ ഹരീഷ് അവരുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഈ ഡയലോഗൊക്കെ അടിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളെ നീതുവിനെ കാണുന്നത്. അപ്പോൾ വന്ന വരവിൽ പെട്ടെന്നുള്ള ഒരു ഇതിൽ ഇരിക്കൂ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും പിന്നീട് അവന് ഭയങ്കര ദേഷ്യമായി അവളുടെ സംസാരം കേട്ട്. അവൾ പറയുന്നുണ്ട്, ഒരാഴ്ച നീ നല്ല ലവ്ലി മൂഡിൽ ഇരുന്നിട്ട് ഇപ്പോൾ നീ ആകെ മാറിയല്ലോ, ഞാൻ വിളിക്കുമ്പോൾ നിനക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആണല്ലോ, നീ എന്ത് പണിയാ ചെയ്തത്, എന്നാലും നിന്നെക്കുറിച്ച് ഞാൻ ഇത്രയും വിചാരിച്ചില്ല. അപ്പോഴേ എൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞത് ആ വർക്ക്ഷോപ്പുകാരനെ നീ വിശ്വസിക്കരുതെന്ന്, പക്ഷെ ഞാനത് കേട്ടില്ല. എന്നും നിന്നെ കാണാൻ വന്ന എന്നെ വേണം പറയാൻ. ഒരാഴ്ച നീ ഭയങ്കര സ്നേഹം കാണിച്ചപ്പോൾ ഞാനും അത് സത്യമാണെന്ന് വിചാരിച്ചു, എന്തായാലും നീ ഇങ്ങനെ ചതിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്നൊക്കെ ഭയങ്കരമായിട്ട് ദേഷ്യത്തോടും അതുപോലെ തന്നെ സങ്കടത്തോട് കൂടിയിട്ട് നീതു ഇങ്ങനെ ഓരോന്ന് പറയുന്നുണ്ട് കേട്ടോ. അവസാനം നമ്മളെ ഹരീഷിന് അങ്ങ് ദേഷ്യം അരിച്ചു കയറി. ദേഷ്യം കൊണ്ട് ഹരീഷ് പറയുന്നുണ്ട്, മതിയടി നിർത്തടി, എനിക്ക് സീരിയസ് ആവാൻ താല്പര്യമില്ല, ഞാൻ സീരിയസ് ആയിട്ട് നിന്നെ സ്നേഹിച്ചിട്ടുമില്ല, നിനക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല, കിടന്നുറങ്ങാൻ പറഞ്ഞാൽ കിടന്നുറങ്ങണം, അല്ലാതെ ഫുൾ ടൈം ഫോണിലും കുത്തിപ്പിടിച്ച് നിൽക്കുന്ന നിനക്ക് ഭ്രാന്താണ്, ഏത് സമയവും വിളിക്കണം വിളിക്കണം, ഈ ഒരു ഒറ്റ വിചാരമേ നിനക്കുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ നമ്മളെ ഹരീഷ്. ഒരു കാര്യം പറഞ്ഞാൽ അത് മനസ്സിലാക്കാൻ കഴിയണം, അത് മനസ്സിലാക്കാതെ ഒരുപാട് കോളും അതുപോലെ തന്നെ ഒരുപാട് മെസ്സേജും അയച്ചുകൊണ്ട് യാതൊരുവിധ കാര്യവുമില്ല. അതുപോലെ തന്നെ നമ്മളെ ഇതൊക്കെ ഹരീഷ് പറയുമ്പോഴും സ്പാൻഡർ എടുത്തിട്ട് നമ്മളെ നീതുവിന്റെ തലയ്ക്ക് അടിക്കാനൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അടിക്കുന്നൊന്നുമില്ല, പക്ഷെ അങ്ങനെ കൈകൊണ്ട് ഓങ്ങുന്നൊക്കെ ഉണ്ട്. അത്രയ്ക്കും ദേഷ്യത്തിലാണ് ആളിതൊക്കെ പറയുന്നത്. ഇത് കേൾക്കുമ്പോൾ നമ്മളെ നീതു ചോദിക്കുന്നുണ്ട്, നീ ഈ പറയുന്നത് സീരിയസ് ആയിട്ടാണ് പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ, അതേടി ഞാൻ സീരിയസ് ആയിട്ട് തന്നെയാണ് പറയുന്നത്, എനിക്കിനി നിന്നെ കാണേണ്ട ആവശ്യമില്ല, നീ ഇനി എൻ്റെ മുന്നിൽ യാതൊരുവിധ കാരണത്താലും വന്നു പോകരുത്. നീതു ആണെങ്കിൽ ഇത്രത്തോളം പ്രതീക്ഷിച്ചില്ല. ഇത് പറയുന്നുണ്ട് കേട്ടോ, ഓ നിന്റെ പിന്നാലെ വന്ന് നിന്നെ സ്നേഹിച്ച് എന്നെ വേണം പറയാന്, ഇതിനായിരിക്കും ഈ സ്പാൻഡർ കൊണ്ട് അടിക്കാൻ വരുന്നത്, എന്തായാലും ഇനി നിന്റെ മുന്നിൽ ഞാൻ വരില്ല, എന്നെ ഇനി നീ കാണുകയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നീതു അവിടുന്ന് ഇറങ്ങി പോകുന്നുണ്ട്. പോയതിന് ശേഷം ടിറ്റോയും അതുപോലെ തന്നെ ചന്തു ഒക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവൻ പറയുന്നത്, നോക്കി നിൽക്കാതെ പണിയെടുക്കണമെന്ന് പറഞ്ഞിട്ട് അവരോടും ചൂടാവുകയാണ് ചെയ്യുന്നത്. എന്തായാലും ഹരീഷ് നന്നായിട്ട് നീതുവിനെ അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസത്തെ ദേഷ്യം ഹരീഷിന് ഇപ്പോഴും മാറിയിട്ടില്ല. കാരണം അത്രയ്ക്കും ടെൻഷനിലും അത്രയ്ക്കും സങ്കടത്തോട് കൂടിയിട്ടൊക്കെ നിൽക്കുന്ന സമയമായിരുന്നു ഹരീഷ്. അപ്പോൾ ആ സമയത്താണ് നീതു ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോഴൊന്നും നമ്മളെ ഹരീഷിന് സത്യം തുറന്നു പറയാനുള്ള ഒരു മാനസികാവസ്ഥയും ഇല്ലായിരുന്നു. നീതു അന്നേരം നല്ല രീതിയിൽ ഫോൺ വെച്ച് പിറ്റേ ദിവസം വിളിച്ച് കാര്യം അന്വേഷിക്കുകയായിരുന്നെങ്കിൽ പ്രശ്നങ്ങൾ ഇത്രത്തോളം ഒന്നും വഷളാവില്ലായിരുന്നു. എന്തായാലും ഹരീഷിനും ഇപ്പോൾ അവളോട് ഇത്ര ചൂടായത് നന്നായിട്ടില്ലെന്ന് തോന്നലുണ്ടെന്നും അവന്റെ മുഖത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം കാണിക്കുന്നത് നമ്മളെ സുഭാഷ് ഏട്ടന്റെ പണി സൈറ്റാട്ടോ. സുഭാഷ് ഏട്ടൻ പണിസ്ഥലത്ത് നിന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയത്താണ് കൂടെ പണിയെടുക്കുന്ന ബയ്യ ഉണ്ടല്ലോ, അയാളുടെ ചാന്ദിനി അങ്ങോട്ട് വരുന്നുണ്ട്, സിസ്റ്റർ. അങ്ങനെ വന്നിട്ട് ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട് സുഭാഷ് ഏട്ടനോ, എന്നും ഇത് തന്നെ ആയോ, കാരണം അവർക്ക് ബുദ്ധിമുട്ടാവും എന്നുള്ള രീതിയിൽ പറയാണ്. പക്ഷെ ആ കുട്ടിക്ക് ഒരു ബുദ്ധിമുട്ടില്ല. ചാന്ദിനി ഡെയിലി ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മളെ ബയ്യയ്ക്ക് കൊണ്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കൂടെ സുഭാഷ് ഏട്ടനും കൊടുക്കുന്നുണ്ട്. സുഭാഷ് ഏട്ടനും പ്ലേറ്റിലേക്ക് വിളമ്പി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ സുഭാഷ് ഏട്ടന് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. പിന്നെ ചാന്ദിനിക്ക് സുഭാഷ് ഏട്ടൻ ഉണ്ടാക്കി കൊണ്ടുവന്ന ബിരിയാണിയൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ പരസ്പരം രണ്ടുപേരും സംസാരിക്കുന്നുണ്ട്. കുറച്ചൊക്കെ നമ്മളെ ചാന്ദിനി മലയാളം പഠിച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ അവൾ കുറച്ചൊക്കെ മലയാളത്തിലും സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും സുഭാഷ് ഏട്ടന് ചാന്ദിനിയുടെ മേലൊരു കണ്ണുണ്ടെന്ന് നമുക്ക് അവരുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഭക്ഷണത്തിന്റെ ടേസ്റ്റുകളെ കുറിച്ചൊക്കെ അവർ സംസാരിക്കുന്നുണ്ട്. എന്തായാലും വൈകാതെ മിക്കവാറും സുഭാഷ് ഏട്ടൻ ചാന്ദിനിയെ വീഴ്ത്തുമായിരിക്കും, അറിയില്ല, നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം. പിന്നീട് നമ്മളെ നീതു ഹരീഷിന്റെ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് വരുന്നുണ്ട്. ഹരീഷ് അന്നേരം വീട്ടിലില്ല കേട്ടോ.
നീതു നേരെ വരുന്നത് ഈ പ്രശ്നം കഴിഞ്ഞിട്ട് ഹരീഷിന്റെ വീട്ടിലേക്കാണ്. അന്നേരം അവിടെ നികേഷും അതുപോലെ തന്നെ നിധിയും നിൽക്കുന്നുണ്ടായിരിക്കും. അങ്ങനെ അവർ സംസാരിക്കുന്നുണ്ട്. ഹരീഷ് ചൂടായ കാര്യങ്ങളൊക്കെ നമ്മളെ നീതു പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴാണ് നമ്മളെ നികേഷിന്റെ കാര്യം മനസ്സിലാവുന്നത്. നികേഷ് അപ്പം പറയുന്നുണ്ട് കേട്ടോ, ഓ അപ്പം ഞങ്ങള് സുധീഷ് ചേട്ടനെ കാണാൻ വേണ്ടി പോയ സമയത്ത് നീ ആയിരുന്നില്ലേ ഫോണിൽ വിളിച്ചുകൊണ്ടിരുന്നത്? വെറുതെ അല്ല ഹരീഷ് ചേട്ടൻ ഫോൺ എറിഞ്ഞു പൊട്ടിച്ചത്. ഹരീഷ് ചേട്ടന്റെ ഫോണിലേക്ക് ഒരു കോൾ ഇങ്ങനെ തുടരെ തുടരെ വന്നിട്ടുണ്ടായിരുന്നു. ഹരീഷ് ചേട്ടൻ ദേഷ്യം പിടിച്ചിട്ട് ആള് ഫോൺ എറിഞ്ഞിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ നമ്മളെ നികേഷ്. പിന്നെ നടന്ന കാര്യങ്ങളൊക്കെ നിധി വിശദീകരിക്കുന്നുണ്ട് കേട്ടോ. സുധീഷ് ട്രാപ്പിലായതും അതുപോലെ തന്നെ കടത്തിക്കൊണ്ട് പോയതും രക്ഷിക്കാനായിട്ട് ഇവർ തക്കിലേക്ക് പോയതാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴാണ് നീതുവിന് കാര്യങ്ങളൊക്കെ മനസ്സിലായത് കേട്ടോ. അപ്പൊ നീതു പറയുന്നുണ്ട്, അയ്യോ ഞാൻ വിചാരിച്ചിരുന്നത് ഇങ്ങനെയൊന്നുമല്ല, അപ്പൊ നീ എന്താ വിചാരിച്ചതെന്ന് നികേഷ് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നീതു പറയണേ, ഞാൻ വിചാരിച്ചു ഹരീഷ് ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് പുറത്തു പോയതാണ്, അപ്പൊ എന്നോട് പറയാതിരിക്കുകയാണെന്നാണ് ഞാൻ വിചാരിച്ചതെന്ന്. അപ്പോൾ സത്യങ്ങളൊക്കെ തുറന്നു പറയാനുള്ള ഒരു അവസരം നീ ഹരീഷ് ചേട്ടന് കൊടുത്തോ ഇല്ലല്ലോ എന്നൊക്കെയാണ് കേട്ടോ നികേഷ് ചോദിക്കുന്നത്. അപ്പോൾ ഏകദേശമൊക്കെ നമ്മൾ നീതുവിന് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടോ. നീതുവിന്റെ ഭാഗത്താണ് തെറ്റുന്നത് അത് അവൾ പറയുകയും ചെയ്തു. അപ്പൊ എന്റെ ഭാഗത്താണല്ലേ തെറ്റ്, ഞാനൊന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും ഉണ്ടാവില്ലായിരുന്നു. അപ്പോൾ കടയിൽ വെച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ ആ ഹരീഷ് പറഞ്ഞതൊക്കെ നീതോടുന്ന് പറയുന്നുണ്ട് കേട്ടോ. നികേഷ് ആണെങ്കിൽ പറയുന്നുണ്ട്, നമ്മളെ ഹരീഷ് ചേട്ടൻ അങ്ങനെ പൊതുവെ ഒരുപാട് സംസാരിക്കുന്ന ഒരാളൊന്നുമല്ല, അതുകൊണ്ട് ഹരീഷ് ചേട്ടന് ഒരു പ്രേമം എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഏകദേശമൊക്കെ നീതുവിന് കാര്യങ്ങൾ മനസ്സിലായി. ഹരീഷിന്റെ ക്യാരക്ടറും അതുപോലെ തന്നെ തന്റെ ഭാഗത്താണ് തെറ്റെന്നൊക്കെ മനസ്സിലായി. അതിന്റെ ഇടയിൽ നമ്മളെ നീതുവിന് കോഫിയൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളെ നികേഷ് കുടിക്കുന്ന സമയത്തായിരുന്നു ഇത് വന്നിരുന്നത്, നീതു വന്നിരുന്നത്. അപ്പം കോഫി കൊടുക്കുന്നുണ്ട്. അവസാനം എല്ലാ ഡയലോഗും കഴിഞ്ഞിട്ട് നമ്മളെ നീതു ഒരു ഡയലോഗ് അടിക്കുന്നുണ്ട് കേട്ടോ. കോഫി അത്ര പോരാ, കോഫി പൗഡർ കൂടിയെന്ന് തോന്നുന്നു, അതുകൊണ്ട് നല്ല കയ്പുണ്ടെന്ന് പറഞ്ഞിട്ട് നിധിയുടെ കോഫിയെ കുറച്ച് കുറ്റം പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെ നീതു അവിടുന്ന് പോയതിനു ശേഷം നികേഷ് ഇങ്ങനെ പറയുന്നുണ്ട്, അത് അങ്ങനെയൊക്കെ പറഞ്ഞത്. നീതുവിന്റെ സംസാരത്തിൽ നികേഷിന് എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തോന്നി കേട്ടോ. അപ്പോൾ ഇത് ഹരീഷ് ചേട്ടനുമായിട്ട് സെറ്റായി പോവാത്തൊരു ക്യാരക്ടറാണെന്ന് തോന്നി. അപ്പോൾ നമ്മൾ നീതിയാണെങ്കിൽ പറയുന്നുണ്ട്, അത് ചിലപ്പോൾ അവളുടെ ക്യാരക്ടർ അങ്ങനെ ആയിട്ടായിരിക്കും, എല്ലാം തുറന്നു പറയുന്ന ഒരു ടൈപ്പ് ആയിരിക്കും, അല്ലാതെ ഒന്നും മനസ്സിൽ വെച്ചിട്ടായിരിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. നികേഷിന് നല്ല പനിയായിരുന്നു കേട്ടോ. നികേഷ് ഇങ്ങനെ കിടന്ന് വിറയ്ക്കുന്നുണ്ട്. ഇത് പോയി നോക്കുമ്പോൾ നിധിക്ക് കാര്യം മനസ്സിലാവും. അന്നേരം നിധി മാത്രമല്ലേ വീട്ടിലുള്ളായിരുന്നു. അങ്ങനെ നിധി പോയിട്ട് വേഗം അച്ഛൻ്റെ അടുത്ത് പോയി പറയുന്നുണ്ട്, അച്ഛാ എനിക്ക് മരുന്ന് വേണം, നികേഷിന് നല്ല പനിയാണെന്ന് പറയുമ്പോൾ, മോളെ അത് ഇവിടെ ഗുളിക മേടിച്ച് കൊടുത്തോണ്ടൊന്നും കാര്യമില്ല, കുറവില്ലെങ്കിൽ ഹെൽത്തിൽ പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛൻ വേഗം പോയിട്ട് മരുന്നൊക്കെ മേടിച്ചു കൊണ്ടിരുന്നുണ്ട് കേട്ടോ. മേടിച്ചു കൊണ്ടതിന് ശേഷം പറയുന്നുണ്ട്, ഈ മരുന്ന് കുടിക്കുന്നത് അത്ര നല്ലതൊന്നുമല്ല, പനി വരികയാണെങ്കിൽ അത് നമ്മുടെ ശരീരം തന്നെ പ്രതിരോധിക്കണം, അത് ഓട്ടോമാറ്റിക്കായിട്ട് മാറണം, അല്ലാതെ ഇങ്ങനെ ഗുളിക കുടിച്ചുകൊണ്ടൊന്നും കാര്യമില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ നിധി പറയുന്നുണ്ട്, അപ്പൊ ഇതല്ലല്ലോ പോകുമ്പോൾ ഇവിടുന്ന് പറഞ്ഞത്, കുറവില്ലെങ്കിൽ ഹെൽത്തിൽ കാണിക്കണം എന്നല്ലേ പറഞ്ഞത്, ഇപ്പൊ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ പറയാണ്, അത് ഞാനൊരു ശാസ്ത്രം പറഞ്ഞതാണ്, പൊതുവെ അങ്ങനെയാണല്ലോ ആരോഗ്യവകുപ്പിന്റെ രീതി, അത് ഞാൻ പറഞ്ഞെന്ന് മാത്രം, അല്ലാതെ എനിക്കിതിൽ വലിയ താല്പര്യമൊന്നുമില്ല എന്നൊക്കെ ആള് പറയുന്നുണ്ട് കേട്ടോ. പിന്നെ പറയുന്നുണ്ട്, അവന്റെ അമ്മയ്ക്കും ഇതുപോലെയായിരുന്നു, ഭയങ്കരമായിട്ട് പനി ഉണ്ടായിരുന്നു, അവളെ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന ദിവസം അവൾക്ക് 5 ദിവസം പനിയായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇത് കേൾക്കുമ്പോൾ നിധിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ട് കേട്ടോ, ബാക്കി സ്റ്റോറി അറിയാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നികേഷിന്റെ അമ്മ എവിടെയാണ്, ആളെവിടെയാണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ട്. അങ്ങനെ അവൾ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നീ എന്തിനാ ഇതൊക്കെ അറിയുന്നത്, നീ എന്തിനാ ഇതൊക്കെ ചോദിക്കുന്നത്, നിനക്ക് കഥ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണല്ലേ എന്നൊക്കെ ഭാസ്കരൻ അച്ഛൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ അവള് പറയുന്നുണ്ട്, കഥ കേൾക്കാൻ ഇഷ്ടമല്ല, ഒരു കാര്യം നമ്മൾ അറിയുമ്പോൾ അതിന്റെ ബാക്കി കാര്യം അറിയാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല, അതുകൊണ്ട് ചോദിച്ചു എന്ന് മാത്രം എന്ന് പറയുമ്പോൾ അയാൾ ഒഴിഞ്ഞു മാറുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മളെ നിധി പറയുന്നുണ്ട് കേട്ടോ, ഒരിക്കലും ഒരു ദിവസം എന്നെ വിളിച്ചു വരുത്തിയിട്ട് നിങ്ങൾ എല്ലാ കഥകളും എനിക്ക് പറഞ്ഞു തരും. ഇത് കേൾക്കുമ്പോൾ ഭാസ്കരനച്ഛന് ഭയങ്കര സംശയം കേട്ടോ, ഇവിടെ എന്താ ഇങ്ങനെ പറയാൻ കാരണം, കൃത്യമായിട്ട് ഞാനൊരു ദിവസം ഇവിടെ വിളിച്ചു വരുത്തി കഥ പറഞ്ഞു കൊടുക്കുന്നു. എന്തായാലും ഒരിക്കൽ ഭാസ്കരനച്ഛൻ നമ്മളെ നിധിയെ വിളിച്ചു വരുത്തി കഥകൾ പറഞ്ഞു കൊടുക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ടായിരിക്കുമല്ലോ നമ്മളെ നിധി ഇങ്ങനെ ഒരു ഡയലോഗ് അടിച്ചത്. എന്തായാലും അതങ്ങനെ ആവട്ടെ. എന്നാൽ നമുക്കും നികേഷിന്റെ അമ്മയെ കുറിച്ച് കൂടുതൽ വിവരങ്ങളൊക്കെ അറിയാമല്ലോ. എന്തായാലും വൈകിട്ട് നമ്മളെ ഹരീഷും അതുപോലെ തന്നെ സുഭാഷ് ചേട്ടനൊക്കെ വർക്ക് കഴിഞ്ഞ് എത്തിയപ്പോൾ അവരുടെ അടുത്ത് ഇരുന്നിട്ട് നമ്മളെ നികേഷ് പറയുന്നുണ്ട് കേട്ടോ, എന്നെ ഇന്ന് ഏട്ടത്തി നന്നായിട്ട് കെയർ ചെയ്തിരുന്നു, ഏട്ടത്തി ഫുൾ ടൈം ഇന്ന് എൻ്റെ കൂടെയായിരുന്നു, എനിക്ക് എൻ്റെ അമ്മയെ അപ്പോൾ മിസ് ചെയ്തു, ഇത്രയും കാലം അങ്ങനെ ഒരു ഇത് എനിക്ക് കിട്ടിയിട്ടില്ലല്ലോ, അപ്പോൾ ഏട്ടത്തിയുടെ ഭാഗത്തു നിന്ന് അങ്ങനെ കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി, എൻ്റെ അമ്മയെ ഞാൻ ഓർത്തുപോയി, എനിക്ക് അങ്ങനെ ഒരു ഇത് ഇതുവരെ കിട്ടിയിട്ടില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും ഇനി അങ്ങോട്ടും മേ ബി നമ്മളെ നികേഷിന്റെ അമ്മയെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാനുള്ള സാധ്യതയുണ്ടെന്ന് തോന്നുന്നു. അപ്പം എല്ലാം നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം. ഹരീഷിന്റെയും നീതുവിന്റെയും പ്രണയത്തിൽ വന്ന ഈ തകർച്ചകളും എല്ലാം നമുക്ക് ഇനി എന്താവുമെന്ന് കാണാം. അപ്പം ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഇതുപോലുള്ള റിവ്യൂസിന് എൻ്റെ ചാനൽ ഫോളോ ചെയ്യാനും മറക്കരുത്. ബൈ.